നമ്മുടെ കേരളത്തിലെ പെരുന്നോണനായിട്ടുള്ള ആരിഫ് ഹുസൈൻ ഇസ്രായേലിൽ പോയി ജൂതന്മാരുടെ കയ്യിൽ നിന്ന് തന്തയ്ക്കും തള്ളയ്ക്കും തെറിവിളി കേട്ടി അത് തികയാതെ ഇപ്പം UK പോയി അവിടെ നിന്ന് ഊക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് പെട്ടത് അദ്നാൻ റാഷി എന്ന് പറയുന്ന ഒരാളുടെ മുമ്പിലാണ്. അയാളാണ് ഇവനെ കൊന്ന് ഇവൻ്റെ കബറടക്കം നടത്തി വിട്ടു. അതിപ്പം ഓൺലൈനിൽ വളരെ ഇതായിട്ട് ഇവൻ പ്രചരിക്കുന്നത് ആരിഫ് എയറിലാണ്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതായത് വീഡിയോയിൽ ഇവനെ ആരിഫ് ഹുസൈൻ പറഞ്ഞ വെച്ചാൽ ഖുർആനിൽ കുട്ടികളെ ബാലവിവാഹം, അതായത് ചെറിയ കുട്ടികളെ വിവാഹം കഴിക്കാമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ആരിഫ് കള്ള പാച്ച നോണ പറഞ്ഞു വിടുന്നത്. അപ്പോൾ അത് അയാളെ കൈയോടെ പിടിക്കുക. അങ്ങനെയാണ് നീ അത് ഖുർആനിൽ തെളിവ് കാണിക്കുന്നത് പറയുമ്പോൾ ആരിഫിന് മറുപടിയില്ല. ആ വീഡിയോ കണ്ടു നോക്ക്. Muslims and non-Muslims see that these people, when they are faced with questions, they have nothing. When they face informed Muslims, they have nothing. They will make dirty claims online. Islam says this, Islam says that. But when a Muslim is standing in front of അപ്പോൾ അവർ ഞങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളായിട്ടുള്ളവരോടും അതല്ലാത്ത മറ്റ് മുസ്ലിം അല്ലാത്തവരോടും മുസ്ലിങ്ങളല്ലാത്തവരോടും ഞങ്ങൾ പറയാണ്, ഇവരോട് ഡയറക്റ്റ് ചോദിക്കുമ്പോൾ ഇവർക്ക് മറുപടിയില്ല. ഇവർ ഓൺലൈൻ വീഡിയോയിൽ വന്നിട്ട് ഇസ്ലാമിൽ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വെറും നുണ ആണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അതേസമയം ഇവരോട് നേരിട്ട് ചോദിക്കുമ്പോൾ ഇവർക്ക് അതിന് മറുപടിയില്ല എന്നാണ് അദ്നാൻ റാഷി പറയുന്നത്. They will run. They don't want to have a conversation. This is the nature of this kafir, self-confessing kafir. By the way, I'm not calling him as a hateful gesture. He said, I am a kafir. Look. ഇതാണ് കാഫിറിന്റെ സ്വഭാവം എന്ന് ആണ് ഇതിൽ നിന്ന് അവർ പറയുന്നത്. അതായത് ഞാനൊരിക്കലും കാഫിറിന്ന് മറ്റുള്ളവരെ ഒരു ജസ്റ്റിഫൈ ചെയ്യില്ല, അതൊരു ഹെയ്റ്റ് ആണ്, അത് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഇവന്റെ ക്യാപ്പിൽ എഴുതി വച്ചിരിക്കുന്ന ഐ ആം എ കാഫിർ എന്ന് പറഞ്ഞാൽ സത്യത്തെ മറച്ചു വയ്ക്കുന്നവൻ. അതായത് ഇവൻ സത്യത്തെ യഥാർത്ഥത്തിൽ ഖുർആനിൽ പറയാത്ത കാര്യം ഖുർആൻ അങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തെ മറച്ചു വയ്ക്കുകയാണ് ഇവൻ. അതുകൊണ്ട് തന്നെ ഇവന്റെ ക്യാപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ഐ ആം എ കാഫിർ. അവന്റെ ക്യാപ്പിൽ ഐ ആം കാഫിർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ കാഫിർ എന്ന് വിളിക്കുന്നത്. അല്ലാണ്ട് ഞാനൊരിക്കലും മറ്റുള്ളവരെ ഒരു വെറുപ്പിന്റെ ഇതിൽ അല്ല അത് പറയുന്നത്. ഇവൻ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. Okay, I don't shake hands with Zionists. I don't shake hands with people who justify genocide of children. He's a proud Zionist. He said he's a proud Zionist. He's the Zionists. When they look at him, they look at him. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആരിഫ് പറയാണ്, എന്നാ പിന്നെ ഷെയ്ക്ക് ഹാൻഡ് എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തരാന്ന് പറഞ്ഞിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അദ്നാൻ റാഷി പറഞ്ഞു, ഞാൻ നിനക്ക് ഷെയ്ക്ക് ഹാൻഡ് തരില്ല, കാരണം നീ ഒരു പ്രോ സയനിസ്റ്റ് ആണ്, നീ അതുപോലെ ജനസൈഡിനെ ന്യായീകരിക്കുന്ന ആളാണ്, കുട്ടികളെ കൊലപ്പെടുത്തുന്നതിൽ അതിനെ ന്യായീകരിക്കുന്ന ഒരാളാണ്, അങ്ങനെയുള്ള ഒരുത്തിന് നിനക്ക് ഷെയ്ക്ക് ഹാൻഡ് തരേണ്ട ആവശ്യമില്ല എന്നുള്ളത് പറയാണ് അദ്ദേഹം. Zionists are so racist when people like Indians like him, when they say shut the hell up, you Indian, get out, we don't need you. That's how Zionists talk to them. ഏകദേശം ഒരു 50 മിനിറ്റോളം ഉള്ള ഒരു വീഡിയോ ആണത്. അത് മൊത്തം ഞാൻ അതിന്റെ ലിങ്ക് ഇതിനോടൊപ്പം കൊടുക്കാം. അപ്പോൾ അദ്നാൻ റാഷി ചോദിക്കണം, നീ ഒരു ഇസ്രായേലിനെ ഒരു ജൂതനെ നീ ഇതിലും ഡയറക്റ്റ് കണ്ടിട്ടുണ്ടോ? അന്നേരം ആരിഫ് പറഞ്ഞു, ഞാൻ 2 തവണ കണ്ടിട്ടുണ്ട്. നിന്നെ വെറും വെറുപ്പോടെ അവർ കാണുള്ളൂ. അന്നേരം ആരിഫ് പറയാം നെവർ. എന്നാലും ഇവൻ ഇസ്രായേലിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു ഇസ്രായേലി പൗരയായിട്ടുള്ള ഒരു പെണ്ണ് ഇവനെതിരെ പറഞ്ഞ ഒരു ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്ന ഒരു സംഭവമുണ്ട്, തെറിവിളി, കാട്ടാ തെറിവിളി. അത് ഇതിനോടൊപ്പം ആ സ്ക്രീൻഷോട്ട് ഞാനിവിടെ വെച്ചുതരാം. അപ്പോൾ ഇതാണ് സത്യം. ഇങ്ങനെ ആയിരിക്കെ അതുപോലും അവനെ അംഗീകരിക്കുന്നില്ല. അതായത് ഈ സംഭവം ഇസ്രായേലിൽ പോയിട്ട് ഇവനുണ്ടായ ഹേറ്റ് കഴിഞ്ഞിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല. ഈ 1 മാസത്തിന്റെ ഉള്ളിൽ നടന്ന സംഭവത്തെ പോലും ഇവൻ തള്ളിപ്പറയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഈ തർക്കത്തിലിടയ്ക്ക് മറുപടി പറയാനില്ലാതെ ആയപ്പോൾ ഇവൻ പറയാണ്, ഞാൻ ഓൺലൈനിലൂടെ ഇതിനെതിരെ ഇതിന് തെളിവ് കാണിച്ചിട്ട് ഓൺലൈനിലൂടെ ഇതിന് മറുപടി പറയാം. ഏത് നേരിട്ട് പറയാൻ എനിക്ക് അതിനുള്ള ചങ്കുറപ്പില്ല, ഞാൻ ഓൺലൈനിലൂടെ മറുപടി പറയാം. അപ്പോൾ അവർ പറയാണ്,
നീ ഡയറക്റ്റ് സംസാരിക്കും, ഫേസ് ടു ഫേസ്. നീ അവിടെ പോയിട്ട് പിന്നെ നീ തോന്നിയ ദിവസം വിളിച്ചു പറഞ്ഞൊരു കാര്യമില്ലോ. ഇപ്പൊ പറ. ആ, അതായത് ഞാൻ ഈ പറഞ്ഞതിന് ഇനി തെളിവില്ല, ഖുർആനിലും തെളിവില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമാപണം നടത്താം. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നതാണ് ആരിഫ് പറയുന്നത്. I don't trust you. I don't trust you. You're a liar. You have no moral values. You are a Zionist. അന്നേരം അതിനാണ് റാഷിദ് പറഞ്ഞത്, എനിക്ക് നിന്റെ വിശ്വാസമില്ല. ഷെയ്ക്കാൻ എടുത്തിട്ട് ഇവൻ ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കുകയാണ്. അന്നേരം പറ, എനിക്ക് നിന്റെ ഒരു വിശ്വാസമില്ല. നീ ഒരു വെറും നുണയനുമാണ്, നീ ഒരു സയനിസ്റ്റാണ്, നീ ഒരു പിന്നെ കുട്ടികളെ കൊല്ലുന്നതിനെ ന്യായീകരിക്കുന്നവരാണ്. അതുകൊണ്ട് നിന്നെ ഒരു 5 പൈസയുടെ വിശ്വാസം എനിക്കില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പൗണ്ട് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കാണിച്ചത് എന്നിട്ട് പറയണം, ഈ പൗണ്ടിന്റെ അത്ര പോലും എനിക്ക് നിന്നെ വിശ്വാസവും വിലയില്ലാവും. You are a Zionist genocide apologist, right? So how can I trust you? I wouldn't trust you with a penny. I wouldn't leave a pound with you. I wouldn't leave a pound with you. Hello, this pound, I wouldn't trust him with this pound. അടാ, ഇത്ര നാണം കെട്ട് ശരിക്കും ഇവൻ എന്താ പറയണ്ടേ എന്ന് ഒരു ഉളുപ്പ് എന്നാലും ഇല്ല. അങ്ങനെ അവരോട് രക്ഷപ്പെടാൻ നോക്കുവാണ്. അങ്ങനെ അദ്ദേഹം പറയാണ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഖുർആൻ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായി കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ അത് കേട്ടോടെ എന്നിങ്ങനെ ഖുർആൻ അതേ സൂറത്ത് നിസയില് പിന്നെ 23-ാമത്തെ ആയത്താണത് സംഭവം പറയുന്നത്. അതെടുത്തിട്ട് അദ്ദേഹം അവിടെ തെളിവ് ഖുർആൻ എന്താണ് ഇതിനെതിരെ, ഇവന്റെ ഈ അഭിപ്രായത്തിന് എതിരായിട്ട് എന്താണ് പറയുന്നത് കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവിടുന്ന് എസ്കേപ്പാണ്. കണ്ടുവെക്കത്. കണ്ടില്ലേ, അത് പറയുമ്പോൾ ഇവിടെ അവിടെ എസ്കേപ്പാണ്. മനസ്സിലായില്ലേ? പിന്നെ അവിടെ ഉള്ള ബാക്കിയുള്ളവർ കൂക്കി വിളിക്കുകയാണ്, ഷേം ഷേം ഷേം. കൃത്യമായി ഖുർആൻ എന്താ പറഞ്ഞേക്കുന്നുണ്ട് സംഭവം. ആരുമായിട്ട് വിവാഹബന്ധം ചെയ്യാം, ആരുമായിട്ട് വിവാഹബന്ധം പാടില്ല എന്ന് കൃത്യമായിട്ട് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അത് സത്യം അങ്ങനെ ആയിരിക്കെ ഇവന് ഖുർആൻ വായിക്കാൻ അറിയുന്നവരാണ്. ഇതിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും മലയാള അർത്ഥമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് പരിഭാഷ എടുത്ത് നോക്കിയാലും മനസ്സിലാവുന്ന, ഏത് പൊട്ടനും മനസ്സിലാവുന്ന കാര്യമാണ് ഖുർആൻ എന്താ പറയുന്നത്. ആ സത്യം ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെതിരെ അങ്ങനെ ഇങ്ങനെ ഖുർആനിൽ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, അതായത് തെറ്റായ കുട്ടികളെ വിവാഹം കഴിക്കാം, ചെറിയ പെൺകുട്ടികളെ വിവാഹം കഴിക്കാമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടെന്ന് പറയുന്നത് ഇവനെ എന്താണ് ചെയ്യേണ്ടത്? സംഖ്യകൾ അല്ല ഇവൻ പറഞ്ഞ് വിശ്വസിക്കുള്ളൂ. എന്നിട്ട് സംഖ്യകൾ പറയുന്നത് എന്താ, ഇവനെ ആരിഫ് ഹുസൈനായിട്ട് വാദപ്രതിവാദത്തിന് നടത്താൻ കേരളത്തിൽ ഒരു മുസ്ലിങ്ങൾക്കും സാധിക്കില്ല, എല്ലാവരും അവരെയൊക്കെ ആരിഫ് ഹുസൈൻ പൊളിച്ചടുക്കി വിടുന്നതാണ്. ഈ കള്ളം നുണ പറയുന്ന ആളായിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് സംവദിക്കാൻ പറ്റുക? അതായത് കുറച്ചെങ്കിലും ധാർമ്മികതയുള്ള ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള ആളുമായിട്ട് സംവദിക്കാൻ പറ്റുമോ? അതാണ് അതിൻ്റെ ഫുൾ ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഇടാം. അത് 19 മിനിറ്റോളം ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് എന്താ നട്ടം തിരിയും. അല്ലാത്തവർ നട്ടം തിരിയും, തിരിയുന്നവർ തിരിയും, അല്ലാത്തവർ നട്ടം തിരിയും. അങ്ങനെ ആരിഫ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക. അവർ രണ്ട് പുറകെ പോവാണ്. പോലെ പിടിച്ചു നിർത്താൻ നോക്കുവാണ്. പിടിച്ചു നിർത്താൻ നോക്കിയിട്ട് അവൻ നിൽക്കുന്നില്ല, അവൻ വിട്ടു. അതിനുശേഷം അദ്ദേഹം അതിനെക്കുറിച്ച് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ മലയാളം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെച്ച് തരാം. പിന്നെ എന്താണ് ഖുർആനിൽ എന്താ പറഞ്ഞേക്കുന്നുള്ളത് ഞാൻ ഇവിടെ ജസ്റ്റ് വായിക്കാം. നിങ്ങളുടെ മാതാക്കൾ, പുത്രിമാർ, സഹോദരിമാർ, പിതൃസഹോദരിമാർ, മാതൃസഹോദരിമാർ, നിങ്ങളെ മുലകുടിപ്പിച്ച പോറ്റമ്മമാർ, മുലകുടി മുഖേനയുള്ള നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ ഭാര്യ മാതാക്കൾ എന്നിവർ, അതുപോലെ അവരെ വിവാഹം ചെയ്യാൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളുമായി നിങ്ങളുടെ സംരക്ഷണത്തിനുള്ള വളർത്തുപുത്രിമാരായിട്ടുള്ളവരെയും അവരെ വിവാഹം ചെയ്യുന്നു, നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഒരാളിപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, അവരുടെ ആദ്യ ഭർത്താവിൽ ഒരു പെൺമക്കളുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് എന്താണ് ഹറാമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇത് ബാക്കി താഴോട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ ഇത് ഉള്ള ഇതിൽ അതാണ് യഥാർത്ഥം കിടക്കുന്നത്. എന്നിട്ട് അവിടെയാണ് ഇവൻ എന്താ ചെയ്തേക്കുന്നത്, ഈ പറഞ്ഞ പോലെ വിവാഹം കഴിക്കാമെന്ന് ഖുർആനിലുണ്ടെന്ന് പറയുന്നത്. അതോടൊപ്പം അതിനാ റാഷിദ് പറയുന്ന മറ്റൊരു കാര്യം, ഇവർ ഇന്ത്യയിൽ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു മുസ്ലിം
ജനങ്ങൾക്കിടയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി RSS, BJP അതുപോലെ ജൂതന്മാരുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്നതാണ്. ഇത് നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം കാത്ത് സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ഇത്തരം ആൾക്കാരുടെ അജണ്ടകൾ മനസ്സിലാക്കുകയും അവരുടെ കുപ്രചാരങ്ങൾ വീണു പോകാതിരിക്കാനും നമ്മളെ ശ്രമിക്കണം. അത് കൃത്യമായി മനസ്സിലാക്കിയാൽ നമ്മൾ തന്നെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണത്. അത് നമ്മൾ ഓരോരുത്തരും ഈ കാര്യങ്ങൾ ജാഗരൂകരായി നിൽക്കണമെന്നാണ് എനിക്കും ഇതോടൊപ്പം പറയാനുള്ളത്.